ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൻ്റെ തിരുവചനം ശ്രദ്ധിക്കാൻ വന്നിരിക്കുന്ന നിങ്ങളെ എല്ലാവരെയും ദൈവമായ കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. മനുഷ്യൻ ദൈവത്തിൻ്റെ മനോഹരമായ ഒരു സൃഷ്ടിയാണ്. നാം നമ്മെക്കുറിച്ച് അറിയും തോറും, നമ്മെക്കുറിച്ച് പഠിക്കും തോറും നാം ദൈവത്തിൻ്റെ ഒരു അത്ഭുത സൃഷ്ടിയാണ് എന്ന് വ്യക്തമാക്കുകയാണ്. ശാസ്ത്രലോകം, മെഡിക്കൽ ലോകം നമ്മുടെ തലമുടിയെക്കുറിച്ച്, നമ്മുടെ സ്കിന്നിനെക്കുറിച്ച്, നമ്മുടെ നഖത്തെക്കുറിച്ച്, നമ്മുടെ ഓരോ ഓർഗൻസുകളെക്കുറിച്ച്, നമ്മുടെ ക്രോമോസോമുകളെക്കുറിച്ച്, നമ്മുടെ ഹോർമോൺസുകളെക്കുറിച്ച്, നമ്മുടെ DNA കുറിച്ച്, RNA കുറിച്ച് ഒക്കെ നമുക്ക് നൽകുന്ന അറിവുകൾ നാം എത്ര അത്ഭുതകരമായ ഒരു ദൈവസൃഷ്ടിയാണ്, ദൈവത്തിൻ്റെ കരവിരുതിൻ്റെ പ്രതിഫലനങ്ങളാണ് ഞാനും നിങ്ങളും എന്ന് ബോധ്യമാകും. നമ്മളിൽ പ്രധാനപ്പെട്ട 3 ഘടകങ്ങൾ ഉണ്ട് എന്നാണ് ബൈബിൾ പറയുന്നത്. ദൃശ്യമായ നമ്മുടെ ഈ ദേഹം, ഈ ദേഹത്തിൽ തന്നെ അദൃശ്യമായ ഘടകങ്ങളും ഉണ്ട്. ശാസ്ത്രം അത് കണ്ടെത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ശരീരത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ഘടകമാണ് ജീവൻ അല്ലെങ്കിൽ ദേഹി. മൂന്നാമതായിട്ട് നമ്മളിൽ പ്രധാനപ്പെട്ട ഒരു ഘടകമുണ്ട്. അതിൻ്റെ പേര് ബൈബിൾ ആത്മാവ് എന്ന് പറയുന്നു. തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാം ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 23-ാം വാക്യങ്ങളിൽ നമ്മളിലുള്ള ഈ ഘടകത്തെക്കുറിച്ച് വളരെ വ്യക്തമായി കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ ആ വേദഭാഗം ഒന്ന് വായിച്ച് കേൾപ്പിക്കാം. തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാം ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 23-ഉം 24-ഉം വാക്യങ്ങൾ. സമാധാനത്തിൻ്റെ ദൈവം തന്നെ നിങ്ങളെ മുഴുവനും ശുദ്ധീകരിക്കട്ടെ. നിങ്ങളുടെ ആത്മാവും പ്രാണനും ദേഹവും അശേഷം നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പ്രതീക്ഷയിൽ അനന്യമായി വെളിപ്പെടുവാൻ വണ്ണം കാക്കപ്പെടുമാറാകട്ടെ. നിങ്ങളെ വിളിക്കുന്നവൻ വിശ്വസ്തനാകുന്നു, അവനത് നിവർത്തിക്കും. ഇവിടെ വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുകയാണ്. നമുക്കൊരു ദേഹമുണ്ട്, നമുക്ക് ദേഹിയുണ്ട് അഥവാ ജീവനുണ്ട്, നമുക്ക് ആത്മാവുണ്ട്. നാം നമ്മളിലുള്ളത് കാണാതിരിക്കുന്നത് കൊണ്ടോ ശാസ്ത്രജ്ഞന്മാർ കണ്ടെത്താതിരിക്കുന്നത് കൊണ്ടോ ഇല്ല എന്ന് പറയുവാനായി കഴിയുകയില്ല. കാരണം എല്ലാം കാണുവാനുള്ള കണ്ണ് നമുക്കില്ലല്ലോ, എല്ലാം കേൾക്കാനുള്ള ചെവിയും നമുക്കില്ലല്ലോ, എല്ലാം അനുഭവിക്കാനുള്ള സെൻസേഷനും നമുക്കില്ലല്ലോ, എല്ലാം അറിയാനുള്ള ബുദ്ധിയും നമുക്കില്ലല്ലോ. നമ്മുടെ ശരീരത്തിലെ ഓരോ അവയവങ്ങളെയും അതിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചുമൊക്കെ മനുഷ്യൻ അറിയാൻ തുടങ്ങിയിട്ട് വളരെ വർഷങ്ങളൊന്നുമായില്ല. മനുഷ്യൻ ഉണ്ടായപ്പോൾ മുതൽ ഉണ്ടായിരുന്ന അവൻ്റെ ഹൃദയത്തിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള വിശാലമായ വിജ്ഞാനം ഇന്ന് നമുക്ക് ലഭിച്ചതനുസരിച്ച് എത്ര അനുഗ്രഹമായി തീർന്നിരിക്കുകയാണ്. പക്ഷേ ഈ അറിവുകൾ മനുഷ്യൻ അറിയുന്നതിന് മുൻപ് തന്നെ മനുഷ്യൻ്റെ ഹൃദയം അങ്ങനെയൊക്കെ തന്നെയാണ് ഫങ്ഷൻ ചെയ്തുകൊണ്ടിരുന്നത്. മനുഷ്യനിൽ പാൻക്രിയാസ് ഉണ്ടെന്നും അതിൽ ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ടെന്നും അത് നമ്മുടെ ഷുഗറിനെ കൺട്രോൾ ചെയ്യുന്നുണ്ടെന്നും അത് നമ്മുടെ കോശങ്ങൾക്ക് അനുഗ്രഹമായി തീരുന്നെന്നുമൊക്കെ നമ്മൾ ഈ അടുത്ത കാലത്തല്ലേ അറിഞ്ഞത്. പക്ഷെ മനുഷ്യൻ ജനിച്ച കാലം മുതൽ തന്നെ അവന് പാൻക്രിയാസ് ഉണ്ട്, അതിൽ ബീറ്റാ കോശങ്ങളുണ്ട്, ഇൻസുലിൻ്റെ ഉൽപ്പാദനമുണ്ട്, അത് കോശങ്ങളിൽ എത്തുന്നുണ്ട്, അത് ഇന്ധനമായി മാറുന്നുണ്ട്, അനവധി അത്ഭുതങ്ങൾ നടക്കുന്നുണ്ട്. ഇനിയും നമ്മൾ അതിനെക്കുറിച്ച് വളരെയധികം അറിയുവാനായിട്ടുണ്ട്. നാം കഴിക്കുന്ന ഭക്ഷണം ചവച്ചരച്ച് നമ്മുടെ ഉദരത്തിൽ ചെന്ന് ആമാശയത്തിൽ ചെന്ന്
അവിടെ ചില ദഹനരസങ്ങളുമായിട്ടൊക്കെ ചേർന്ന് വിഘടിച്ച് അമ്ലമായിട്ട് മാറി അത് നമ്മുടെ കോശത്തിലേക്ക് കൊണ്ടുവന്ന് DNA കൽപ്പനപ്രകാരം RNA മാംസമാക്കി മാറ്റുന്നതുമൊക്കെയുള്ള പ്രക്രിയകൾ ഈ അടുത്ത കാലത്തല്ലേ നമ്മൾ അറിഞ്ഞത്. പക്ഷേ മനുഷ്യൻ ഉണ്ടായ കാലം മുതൽ തന്നെ ഇങ്ങനെയൊക്കെ ആയിരുന്നു അവയുടെ പ്രക്രിയകൾ. പക്ഷേ നാം അറിഞ്ഞത്, നമ്മുടെ ശാസ്ത്രജ്ഞന്മാർ കണ്ടെത്തിയത് ഈ അടുത്ത കാലത്താണ് എന്ന് മാത്രം. നമ്മുടെ DNA-യും ക്രോമോസോമുകളും അതിലെ ജീനുകളും ജനറ്റിക് കോഡുകളുമൊക്കെ ഈ അടുത്ത കാലത്തല്ലേ നമുക്കറിയാൻ കഴിഞ്ഞത്. ഇനിയും ആ വിഷയത്തെക്കുറിച്ച് എന്തെല്ലാം കാര്യങ്ങൾ നാം അറിയുവാനായിട്ടുണ്ട്. പക്ഷേ മനുഷ്യൻ ജനിച്ച കാലം മുതൽ തന്നെ ഈ DNA-യും ഈ RNA-യും ഈ ക്രോമോസോമുകളും അതിൻ്റെ ഫങ്ഷനുമൊക്കെ മനുഷ്യനിലുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞതിൻ്റെ ചുരുക്കം, നമ്മളൊരു കാര്യം കണ്ടെത്തിയിട്ടേ വിശ്വസിക്കുകയുള്ളൂ എങ്കിൽ ലോകത്തിലെ ഏറ്റവും വലിയ മഠയനായി നമ്മൾ മാറും. കാരണം ഞാൻ ആദ്യം പറഞ്ഞ തന്നെയാണ്, എല്ലാം കാണുവാൻ നമുക്ക് കഴിവില്ല. അതുകൊണ്ട് കാണാൻ കഴിവുള്ളവർ പറയുന്നത് കൂടെ ഒന്ന് വിശ്വസിക്കണം. എല്ലാം കേൾക്കുവാൻ നമുക്ക് ചെവികളില്ല. അതുകൊണ്ടെല്ലാം കേൾക്കുവാൻ കഴിയുന്ന ദൈവം പറയുന്നത് നാം ഒന്ന് കേൾക്കണം. എല്ലാം അറിയുവാനുള്ള ഒരു ബ്രെയിൻ നമുക്കില്ല. എല്ലാം അറിയുന്ന ദൈവം പറയുന്നത് നമ്മൾ കേൾക്കണം. മനുഷ്യ ശരീരത്തിൽ തന്നെ എന്തിനേറെ അവൻ്റെ തലമുടിയിൽ അടങ്ങിയ ഘടകങ്ങളെക്കുറിച്ച്, അവൻ്റെ സ്കിന്നിൽ അടങ്ങിയ ഘടകങ്ങളെക്കുറിച്ച്, അതിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് ഇനിയും മനുഷ്യൻ പഠിക്കേണ്ടതായിട്ടുണ്ട്, അറിയേണ്ടതായിട്ടുണ്ട്. അവനെക്കുറിച്ച്, അവൻ്റെ ശരീരത്തെക്കുറിച്ച് അറിഞ്ഞതൊക്കെ കേവലം 1% പോലും വരുന്നില്ല എന്ന് ഈ ശാസ്ത്രത്തിൻ്റെ പുരോഗമനത്തിങ്കൽ നാം നോക്കുമ്പോൾ നമുക്കത് ബോധ്യമാകും. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഒരു ശരീരമുണ്ട്, നമുക്ക് ജീവൻ ഉണ്ട്. ആ ജീവനാണ് നമ്മുടെ ശരീരത്തെ ചലിപ്പിക്കുന്നത്. ആ ജീവൻ നമ്മുടെ രക്തത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് എന്ന് വിശുദ്ധ ബൈബിൾ സൃഷ്ടിതാവായ ദൈവം വളരെ വ്യക്തമായിട്ട് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ലേവ്യ പുസ്തകം 17-ാം അധ്യായത്തിൻ്റെ 11-ാം വാക്യത്തിലാണ് അത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഞാനൊന്ന് വായിക്കാം. മാംസത്തിൻ്റെ ജീവൻ രക്തത്തിലല്ലോ ഇരിക്കുന്നത്. മാംസത്തിൻ്റെ ജീവൻ രക്തത്തിലല്ലോ ഇരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ജീവൻ സ്ഥിതി ചെയ്യുന്നത് രക്തത്തിലാണ്. അത് നമ്മുടെ ശരീരത്തിൽ 24 മണിക്കൂറും സർക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മനുഷ്യ രക്തത്തിലെ ജീവൻ നഷ്ടപ്പെടുമ്പോൾ ശരീരത്തിൻ്റെ മരണം സംഭവിക്കുകയാണ്. രക്തം അപ്പോഴും അവിടെ ഉണ്ടാകും. ഹാർട്ടും കിഡ്നിയും കണ്ണുമൊക്കെ അവിടെ ഉണ്ടാകും. ജീവൻ നഷ്ടപ്പെടുന്നതോടുകൂടെ പിന്നെ ശരീരത്തിന് പ്രവർത്തിക്കുവാൻ കഴിയുകയില്ല. പക്ഷേ ജീവൻ നഷ്ടപ്പെട്ട ഒരു ശരീരത്തിലെ കണ്ണോ കിഡ്നിയോ ഹൃദയമോ അടുത്ത ജീവനുള്ള ഒരു വ്യക്തിയിൽ വെച്ച് പിടിപ്പിച്ചാൽ അത് ഫങ്ഷൻ ചെയ്യുന്നതും നമുക്ക് കാണുവാനായിട്ട് കഴിയും. അപ്പോൾ ജീവനാണ് ശരീരത്തിൻ്റെ ചാലകശക്തി. എനിക്ക് നിങ്ങൾക്കും ജീവനുണ്ട്. എനിക്ക് നിങ്ങൾക്കും മാത്രമല്ല, മൃഗങ്ങൾക്ക് ജീവനുണ്ട്. എല്ലാ ജീവജാലങ്ങൾക്കും ജീവനുണ്ട്. ആ ജീവൻ നഷ്ടപ്പെടുന്നതോടുകൂടെ മരണം സംഭവിക്കുന്നു. പിന്നെ മനുഷ്യൻ്റെ ശരീരമാണെങ്കിലും മൃഗങ്ങളുടെ ശരീരമാണെങ്കിലും പ്രകൃതിയുടെ പ്രക്രിയയ്ക്ക് ഏൽപ്പിച്ചു കൊടുക്കുകയാണെങ്കിൽ അത് ദ്രവിച്ച് മാറുന്നത് നമുക്ക് കാണുവാനായി കഴിയും. മൂന്നാമതായിട്ട് നമ്മൾ വായിച്ചത് മനുഷ്യനിൽ ആത്മാവ് എന്നൊരു ഘടകം ഉണ്ട് എന്നുള്ളതാണ്. മനുഷ്യനെ സൃഷ്ടിച്ചത് ദൈവമാണ്, ജീവനെ സൃഷ്ടിച്ചതും ദൈവമാണ്, മനുഷ്യനിലെ ആത്മാവിനെ സൃഷ്ടിച്ചതും ദൈവമാണ്. ഇത് സംബന്ധിച്ച് ബൈബിളിലെ സഖറിയ പ്രവാചകൻ്റെ പുസ്തകം
12-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഞാനൊന്ന് വായിക്കാം. പ്രവാചകം: ഇസ്രായേലിനെ കുറിച്ചുള്ള യഹോവയുടെ അരുളപ്പാട്. ആകാശം വിരിക്കുകയും ഭൂമിയുടെ അടിസ്ഥാനമിടുകയും മനുഷ്യൻ്റെ ആത്മാവിനെ അവൻ്റെ ഉള്ളിൽ നിർമ്മിക്കുകയും ചെയ്തിരിക്കുന്ന യഹോവയുടെ അരുളപ്പാട്. അപ്പോൾ മനുഷ്യനിൽ ആത്മാവുണ്ട്. നമ്മളിൽ പ്രധാനപ്പെട്ട 3 ഘടകങ്ങളാണ് ഉള്ളതെന്ന് ഞാൻ ഓർപ്പിക്കുകയുണ്ടായി. നമ്മുടെ ശരീരം, നമ്മുടെ ജീവൻ, നമ്മുടെ ആത്മാവ്. ഇത് 3ഉം കർത്താവിൻ്റെ പ്രത്യക്ഷതയെങ്കിൽ അനന്യമായിട്ട് വെളിപ്പെടുവാൻ തക്കവണ്ണം ദൈവം കാക്കട്ടെ, ശുദ്ധീകരിക്കട്ടെ എന്നാണ് തെസ്സലോനിക്ക ലേഖനം 5:23 നമ്മൾ വായിച്ചത്. നമ്മുടെ ശരീരം ശുദ്ധീകരിക്കപ്പെടണം, നമ്മുടെ ജീവൻ ശുദ്ധീകരിക്കപ്പെടണം, നമ്മുടെ ആത്മാവും ശുദ്ധീകരിക്കപ്പെടണം. മനുഷ്യാത്മാവും ദൈവാത്മാവും രണ്ടും രണ്ടാണ്. പരിശുദ്ധാത്മാവും മനുഷ്യാത്മാവും രണ്ടാണ്. മനുഷ്യൻ ദൈവമല്ല, മനുഷ്യന് ദൈവമാകാൻ കഴിയുകയുമില്ല. അവനിലുള്ളത് ദൈവം സൃഷ്ടിച്ച ശരീരവും ദൈവം സൃഷ്ടിച്ച ജീവനും ദൈവം സൃഷ്ടിച്ച ആത്മാവുമാണ്. അത് ദൈവസന്നിധിയിൽ അനന്യമായി വെളിപ്പെടണമെന്നും അത് ശുദ്ധീകരിക്കപ്പെടണമെന്നും ദൈവം ആഗ്രഹിക്കുന്നു. മാനുഷിക ഭാഷയിൽ പറഞ്ഞാൽ മരണം ജീവനിലാണ് സംഭവിക്കുന്നത്. അത് എന്നേക്കുമായി നഷ്ടപ്പെടുകയാണ്. അതോടുകൂടി ശരീരവും നിർജീവമാകുകയാണ്. എന്നാൽ മനുഷ്യനിലെ 3ാമത്തെ ഘടകം വളരെ പ്രധാനപ്പെട്ട ഘടകമാണ്. അത് ആത്മാവാണ്. ദൈവമാണ് മനുഷ്യൻ്റെ ആത്മാവിനെ നിർമ്മിച്ച് അവൻ്റെ ഉള്ളിലാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് വാഴ്ത്തപ്പെട്ടവനായ കർത്താവ് ഒരിക്കൽ ഇപ്രകാരം പറയുകയുണ്ടായി: ഒരു മനുഷ്യൻ സർവ്വലോകവും നേടിയാലും അവൻ്റെ ആത്മാവിനെ നഷ്ടമാക്കിയാൽ എന്ത് പ്രയോജനമാണ് അവനുള്ളത്? ചുരുക്കി പറഞ്ഞാൽ സർവ്വലോകത്തെക്കാളും വിലയേറിയ ഒരാത്മാവാണ് മനുഷ്യനുള്ളത്. ഈ ലോകത്തിൽ ലഭിക്കുന്ന ഏത് പദവിയേക്കാൾ ഒരു രാജ്യത്തിൻ്റെ പ്രസിഡൻ്റാകുന്നതോ ഒരു രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയാകുന്നതോ ലോകപ്രശസ്തനായ ഒരു സയൻറ്റിസ്റ്റ് ആകുന്നതോ പ്രശസ്തയായ ഒരു സിനിമാ നടനോ നടിയോ ലോകത്തിലെ ഏറ്റവും ആരോഗ്യമുള്ളവനോ സൗന്ദര്യമുള്ളവനോ ധനമുള്ളവനോ കഴിവുള്ളവനോ ഒക്കെ ആകുന്നത് മാനുഷികമായി ശ്രേഷ്ഠമാണെങ്കിലും മരണത്തോടുകൂടി അല്ലെങ്കിൽ 60, 70, 80, 100 വർഷത്തിനുള്ളിൽ ആ പ്രതാപങ്ങളും ആ സ്ഥാനങ്ങളും മാനങ്ങളുമെല്ലാം മനുഷ്യനെ വിട്ടുപോകും. മനുഷ്യൻ അത് വിട്ടുപോകും. എന്നാൽ ആത്മാവ് വീണ്ടും ഉണ്ടായിരിക്കും. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, ഒരു മനുഷ്യൻ സർവ്വലോകവും നേടിയാലും അവൻ്റെ ജീവനെ നഷ്ടപ്പെടുത്തിയാൽ, അവൻ്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ അവൻ എന്ത് പ്രയോജനം എന്നാണ്. ഇന്ന് നമ്മൾ ചിന്തിക്കുവാൻ പോകുന്നത്, മനുഷ്യൻ്റെ ആത്മാവ് അവൻ്റെ ശരീരം വിട്ടാൽ എവിടെയായിരിക്കും? ആത്മാവിന് കാണാൻ കഴിയുമോ? കേൾക്കാൻ കഴിയുമോ? ഓർക്കാൻ കഴിയുമോ? ആത്മാവ് ശരീരം വിട്ട് കഴിയുമ്പോൾ ഒരു ഉറക്കത്തിലേക്ക് മാറുകയാണോ? മനുഷ്യാത്മാവ് അവൻ്റെ ശരീരം വിട്ട് കഴിഞ്ഞാൽ എവിടെയാണ്? ഇവിടൊക്കെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുമോ? ആരെയെങ്കിലും ഉപദ്രവിക്കാനായിട്ട് വരുമോ? ആരെയെങ്കിലുമൊക്കെ അനുഗ്രഹിക്കാനായിട്ട് വരുമോ? നമ്മൾ ഉണ്ടാക്കി വെക്കുന്ന ഭക്ഷണമൊക്കെ അവർ വന്ന് കഴിക്കുമോ? അവർ കിടന്ന കട്ടിലിൽ വന്ന് അവർ ചില ദിവസങ്ങളെങ്കിലും വന്ന് ഉറങ്ങുമോ? അവരുടെ മൃതശരീരം അടക്കിയിരിക്കുന്ന കല്ലറയിലാണോ അവരുടെ ആത്മാവ് വിശ്രമിക്കുന്നത്
ഇങ്ങനെയൊക്കെയുള്ള ചിന്തകൾ, ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾക്ക് മറുപടി കണ്ടെത്താനുള്ള ഒരു ആകാംക്ഷ നിങ്ങൾക്കുണ്ടാകും. എനിക്കും അതുണ്ട്, എല്ലാവർക്കും അതുണ്ട്. ഇത് സംബന്ധിച്ച് വ്യക്തമായ ഒരറിവ് പകരുവാനുള്ള കഴിവ് എനിക്കില്ല, അല്ല ആർക്കെങ്കിലും ഉണ്ട് എന്ന് എനിക്ക് വിശ്വാസവുമില്ല മനുഷ്യരായ നമ്മുടെ കൂട്ടത്തിൽ. എന്നാൽ സ്വർഗത്തിൽ നിന്ന് വന്ന ഒരാളുണ്ട്. അദ്ദേഹത്തിന് സ്വർഗത്തെക്കുറിച്ചറിയാം. താൻ ക്രൂശിൽ മരിക്കുകയുണ്ടായി, അദ്ദേഹത്തിന് മരണത്തെക്കുറിച്ചറിയാം. താൻ 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കുകയുണ്ടായി, അതുകൊണ്ട് മരണാനന്തരം എന്താണെന്ന് അദ്ദേഹത്തിനറിയാം. താൻ മരിക്കുമ്പോൾ മാനസാന്തരപ്പെട്ടൊരു കള്ളനുമായിട്ട് പർദീസയിലേക്ക്, ആത്മലോകത്തിലേക്ക് പോയി. അതുകൊണ്ട് ആത്മലോകത്തെക്കുറിച്ച് അദ്ദേഹത്തിനറിയാം. അത് മറ്റാരുമല്ല, നസ്രയനായ യേശുവാണ്. യേശു ഒരിക്കലും കള്ളം പറഞ്ഞിട്ടില്ല, അതിശയോക്തി പറഞ്ഞിട്ടില്ല. കാരണം അതിൻ്റെ ആവശ്യം യേശുവിനില്ല. നമ്മുടെ പണം യേശുവിന് ആവശ്യമില്ല, നമ്മുടെ ഭക്ഷണം യേശുവിന് ആവശ്യമില്ല, നമ്മുടെ വസ്ത്രം യേശുവിന് ആവശ്യമില്ല, മറ്റെന്തെങ്കിലും ഒരു സഹായം യേശുവിന് ആവശ്യമില്ല. യേശുവിന് ആരെയും ഭയമില്ല, യേശുവിന് ആരുടെയും ഓട്ടും വേണ്ട. അങ്ങനെ ഒരാൾക്ക് നമ്മളോട് കള്ളം പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ. മരണാനന്തരം മനുഷ്യൻ്റെ ആത്മാവ് എങ്ങനെയായിരിക്കും എന്ന് വ്യക്തമാക്കുന്ന ഒരു സംഭവ ചരിത്ര സത്യം യേശു കർത്താവ് പറയുന്നുണ്ട്. അത് വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 16-ാം അധ്യായത്തിൻ്റെ 19 മുതലുള്ള വേദഭാഗങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. 31 വരെ ഞാൻ വായിക്കാം. ധനവാനായ ഒരു മനുഷ്യനുണ്ടായിരുന്നു. ഇത് ഉപമയല്ല, യേശു ഉപമ പറഞ്ഞിട്ടുണ്ട്. ഒരു മനുഷ്യന് 100 ആടുണ്ടെന്നിരിക്കട്ടെ, ഒരു സ്ത്രീക്ക് 10 ദ്രഹ്മപ്പണമുണ്ടെന്നിരിക്കട്ടെ. ഇങ്ങനെ യേശു ഒത്തിരി ഉപമകൾ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇത് ഉപമയല്ല. ധനവാനായ ഒരു മനുഷ്യൻ ഉണ്ടായിരുന്നു എന്നാണ് എൻ്റെ അർത്ഥം. അവൻ ധൂമ്രവസ്ത്രവും പട്ടും ധരിച്ചു ദിനം പ്രതി ആഡംബരത്തോടെ സുഖിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ അവൻ ജീവിച്ചിരുന്നു എന്നാണ് എൻ്റെ സത്യം. ലാസർ എന്നു പേരുള്ള ഒരു ദരിദ്രൻ വ്രണം നിറഞ്ഞവനായി അവൻ്റെ പടിപ്പുരയ്ക്കൽ കിടന്നിരുന്നു. ലാസർ എന്ന ഒരു മനുഷ്യൻ ജീവിച്ചിരുന്നു. അയാൾ ഉറങ്ങിയിരുന്നത് ഈ ധനവാൻ്റെ പടിപ്പുരയ്ക്കലായിരുന്നു. ധനവാൻ്റെ മേശയിൽ നിന്ന് വീഴുന്നത് തിന്ന് വിശപ്പടക്കാൻ അവൻ ആഗ്രഹിച്ചു. നായ്ക്കളും വന്ന് അവൻ്റെ വ്രണം നക്കും. അന്ന് അങ്ങനെ സംഭവിച്ചതാണ്. 22 മുതലുള്ള വാക്യങ്ങൾ. ആ ദരിദ്രൻ മരിച്ചപ്പോൾ ദൂതന്മാരവനെ അബ്രഹാമിൻ്റെ മടിയിലേക്ക് കൊണ്ടുപോയി. ഇവിടെ ശ്രദ്ധിക്കുക, ലാസർ മരിക്കുകയാണ്. അവൻ്റെ ശരീരം അവിടെ കിടപ്പുണ്ട്, അവൻ്റെ ജീവൻ മരിച്ചു. പക്ഷേ ദൂതന്മാർ വന്ന് അവൻ്റെ ആത്മാവിനെ, ആ യഥാർത്ഥ മനുഷ്യനെ അബ്രഹാമിൻ്റെ മടിയിലേക്ക് കൊണ്ടുപോവുകയാണ്. ഇത് യേശുവാണ് പറഞ്ഞത്, അത് നമുക്ക് വിശ്വസിക്കാം. ഇത് തെറ്റാണ്, ഇത് ശരിയല്ല എന്ന് പറയുന്ന വ്യക്തി ആരുമാകട്ടെ, ആ വ്യക്തിക്ക് യേശുവിനേക്കാൾ ജ്ഞാനമുണ്ടെങ്കിൽ, അറിവുണ്ടെങ്കിൽ, കഴിവുണ്ടെങ്കിൽ, ബുദ്ധിയുണ്ടെങ്കിൽ, സത്യസന്ധതയുണ്ടെങ്കിൽ, വിശുദ്ധിയുണ്ടെങ്കിൽ ആ വ്യക്തിയുടെ വാക്ക് നമുക്ക് കേൾക്കാം. അങ്ങനെ ഒരുത്തനും ഇതുവരെ ജനിച്ചിട്ടില്ലാത്തത് കൊണ്ട് ഇതിനെതിരായി പറയുന്നതിനെ അതിനർഹമായ നിലയിൽ തന്നെ അവഗണിച്ചുകൊണ്ട്, തള്ളിക്കളഞ്ഞുകൊണ്ട് യേശു പറയുന്ന വാക്ക് ഭയത്തോടും ബഹുമാനത്തോടും കൂടെ നമുക്ക് ശ്രദ്ധിക്കാം. ആ ദരിദ്രൻ മരിച്ചപ്പോൾ ദൂതന്മാർ അവനെ അബ്രഹാമിൻ്റെ മടിയിലേക്ക് കൊണ്ടുപോയി. 23 മുതലുള്ള വാക്യങ്ങളിൽ ധനവാൻ്റെ മരണത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുകയാണ്. ധനവാനും മരിച്ചു, അടക്കപ്പെട്ടു. പാതാളത്തിൽ യാതന അനുഭവിക്കുമ്പോൾ മേലോട്ട് നോക്കി ദൂരത്ത് നിന്ന് അബ്രഹാമിനെയും അവൻ്റെ മടിയിൽ ലാസറിനെയും കണ്ടു. ഈ ധനവാൻ മരിച്ചപ്പോൾ ദൂതന്മാർ അവിടെ വന്നില്ല. ഇയാളുടെ ആത്മാവിനെ അബ്രഹാമിൻ്റെ മടിയിലേക്ക് അല്ലെങ്കിൽ ആ
തീ കത്തുന്ന ഒരു യാതന സ്ഥലത്താണ്. അവിടെ കിടന്നുകൊണ്ട് അയാൾ മേൽപോട്ട് നോക്കിയപ്പോൾ അബ്രഹാമിനെയും ലാസറിനെയും കാണുകയാണ്. എന്താണ് ഇതിൻ്റെ അർത്ഥം? ആത്മാക്കൾക്ക് കാണാൻ കഴിയും. മനുഷ്യ ശരീരത്തിലെ കണ്ണുകൾക്ക് അതിൻ്റെ കാഴ്ചയ്ക്ക് പരിധിയുണ്ട്. പക്ഷേ ആത്മാവിൻ്റെ കണ്ണിന് ആ കാഴ്ചയ്ക്ക് പരിധിയില്ല. അത് വളരെ വ്യക്തമായി കൃത്യമായിട്ട് കാണുന്നു. അബ്രഹാമിനെയും ലാസറിനെയും കാണുന്നു. അവരെ തിരിച്ചറിയുന്നു. ധനവാന്റെ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നയാളാണ് ലാസർ. പക്ഷേ ധനവാൻ മരിക്കുന്നതിന് ഏകദേശം 500 വർഷങ്ങൾക്ക് മുൻപ് മരിച്ചയാളാണ് അബ്രഹാം. എന്നിട്ടും തിരിച്ചറിയാൻ കഴിയുന്നു. അത്ര അത്ഭുതകരമായ കണ്ണാണ്, കാഴ്ചയാണ് ആത്മാവിന് ഉള്ളത്. അത് ശരീരത്തെക്കാളും ജീവനേക്കാളും വിലയേറിയത് കൊണ്ടാണ് യേശു പറഞ്ഞത്, ഒരു മനുഷ്യ ലോകവും നേടിയാലും അവൻ്റെ ആത്മാവിനെ നഷ്ടമാക്കിയാൽ അവൻ എന്ത് പ്രയോജനമാണ് ഉള്ളത്? 24 മുതലുള്ള വാക്യം. ഈ ധനവാൻ അബ്രഹാം പിതാവിനോട് പ്രാർത്ഥിക്കുകയാണ്. അബ്രഹാം പിതാവേ, എന്നോട് കനി ഉണ്ടാകണമേ. ലാസർ വിരലിൻ്റെ അറ്റം വെള്ളത്തിൽ മുക്കി എൻ്റെ നാവിനെ തണുപ്പിക്കേണ്ടതിന് അവനെ അയക്കണമേ. ഞാൻ ഈ ജ്വാലയിൽ കിടന്ന് വേദന അനുഭവിക്കുന്നുവെന്ന് വിളിച്ച് പറഞ്ഞു. ഇപ്പോൾ ധനവാൻ സംസാരിക്കുകയാണ് വളരെ അകലെയുള്ള അബ്രഹാമിനോട്. അബ്രഹാം അത് കേൾക്കുകയാണ്. അപ്പോൾ ആത്മാവിന് സംസാരിക്കാൻ കഴിയും. ശരീരത്തിൽ നമുക്കുള്ള സംസാരശേഷിക്ക് പരിധിയുണ്ട്. നമുക്ക് മൈക്കും അതിൻ്റെ ക്രമീകരണവും ഒക്കെ വേണം കൂടുതൽ ആൾക്കാർ കേൾക്കണമെങ്കിൽ. പക്ഷേ ആത്മാവിൻ്റെ സംസാരശേഷി എത്ര അകലെയുള്ളവരോടും സംസാരിക്കാനും അതവർക്ക് കേൾക്കുവാനും കഴിയുന്ന സംസാരശേഷിയാണ്. ഇവിടെ ധനവാൻ പറയുകയാണ്, അബ്രഹാം പിതാവേ, ഞാൻ ഈ ജ്വാലയിൽ കിടന്ന് വേദന അനുഭവിക്കുകയാണ്. എനിക്ക് ഒരു തുള്ളി വെള്ളം വേണം. അത് ആ ലാസറിൻ്റെ വിരലിൻ്റെ അറ്റത്തിൽ ഒന്ന് മുക്കിയിട്ട് എൻ്റെ നാവിനെ തണുപ്പിക്കാനായിട്ട് എൻ്റെ അടുക്കിലേക്ക് ഒന്ന് അയക്കണം. ഞാൻ ഈ തീജ്വാലയിൽ കിടന്ന് വേദന അനുഭവിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ ധനവാന്റെ ആത്മാവ് പോയിരിക്കുന്നത് തീ കൊണ്ട് നിറഞ്ഞ ഒരു സ്ഥലത്താണ്. പക്ഷേ അവിടെ മരണം സംഭവിക്കുന്നില്ല. ആത്മാവിന് മരണമില്ല. പക്ഷേ വേദനയുണ്ട്. പക്ഷേ ദാഹമുണ്ട്. അല്പം വെള്ളം കിട്ടിയാൽ കൊള്ളാമെന്നുള്ള ആഗ്രഹവുമുണ്ട്. അപ്പോൾ ആത്മാവിന് സെൻസേഷനുണ്ട്. ധനവാന്റെ ശരീരം നിശ്ചയമായിട്ടും ഒരു കല്ലറയിൽ അടക്കം ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതിന് ഭക്ഷണം വേണ്ട, വെള്ളം വേണ്ട, അതിന് ദാഹമില്ല, അത് വിശപ്പില്ല, അതൊന്നും യാചിക്കുന്നില്ല, ഒന്നും ആവശ്യപ്പെടുന്നുമില്ല. പക്ഷേ ധനവാനിൽ കുടികൊണ്ടിരുന്ന അവനേക്കാൾ വലിയ ആത്മാവിന് ദാഹമുണ്ട്, വിശപ്പുണ്ട്, വേദനയുണ്ട്. അതിനുവേണ്ടി കരുതുവാൻ ആ ധനവാന് കഴിഞ്ഞില്ല. അതിനെക്കുറിച്ച് അദ്ദേഹം ചിന്തിച്ചതേയില്ല. ഈ ലോകത്തിലുള്ള സുഖസൗകര്യങ്ങളിൽ ജഡത്തിൻ്റെ സംതൃപ്തിയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ശ്രദ്ധ. അതിൽ അദ്ദേഹം വിജയിച്ചു. പക്ഷേ മരണത്തോടുകൂടിയെല്ലാം നഷ്ടപ്പെടുകയാണ്. 25-ാം വാക്യത്തിൽ അബ്രഹാം തൻ്റെ കൊച്ചുമകന് കൊടുക്കുന്ന മറുപടി ശ്രദ്ധിക്കുക. അബ്രഹാം, മകനെ, നിൻ്റെ ആയുസ്സിൽ നീ നന്മയും ലാസറവണ്ണം തിന്മയും പ്രാപിച്ചുവെന്ന് ഓർക്കുക. ഇപ്പോൾ അവൻ ഇവിടെ ആശ്വസിക്കുന്നു, നീയോ വേദന അനുഭവിക്കുന്നു. അത്രയുമല്ല, ഞങ്ങൾക്കും നിങ്ങൾക്കും നടുവേ വലിയൊരു പിളർപ്പുണ്ടാക്കിയിരിക്കുന്നു. ഇവിടെ നിന്ന് നിങ്ങളുടെ അടുക്കൽ കടന്നു വരുവാൻ ഇച്ഛിക്കുന്നവർ കഴിവില്ല, അവിടെ നിന്ന് ഞങ്ങളുടെ അടുക്കൽ കടന്നു വരുവാനും പാടില്ല എന്ന് പറഞ്ഞു. അതിനവൻ, എന്നാൽ പിതാവേ, അവനെ എൻ്റെ അപ്പൻ്റെ വീട്ടിൽ അയക്കണമേ എന്ന് ഞാൻ അപേക്ഷിക്കുന്നു. എനിക്ക് 5 സഹോദരന്മാരുണ്ട്. അവരും ഈ യാതന സ്ഥലത്ത് വരാതിരിപ്പാൻ അവനോടൊരു സാക്ഷ്യം പറയട്ടെ എന്ന് പറഞ്ഞു. അബ്രഹാം അവനോട്, അവർക്ക് മോശയും പ്രവാചകന്മാരുമുണ്ടല്ലോ, അവരുടെ വാക്ക് അവർ കേൾക്കട്ടെ എന്ന് പറഞ്ഞു. അതിന് അവൻ, അല്ലല്ല അബ്രഹാം പിതാവേ, മരിച്ചവരിൽ നിന്ന് ഒരുത്തൻ എഴുന്നേറ്റ് അവരുടെ അടുക്കൽ ചെന്നു എങ്കിൽ അവർ മാനസാന്തരപ്പെടും എന്ന് പറഞ്ഞു. അവർ മോശയുടെയും പ്രവാചകന്മാരുടെയും വാക്ക് കേൾക്കാഞ്ഞാൽ
മനുഷ്യരിൽ നിന്നൊരുത്തൻ എഴുന്നേറ്റ് എന്നാലും വിശ്വസിക്കുകയില്ല എന്ന് പറഞ്ഞു. എത്ര വ്യക്തമായിട്ട്, എത്ര കൃത്യമായിട്ട് ഒരു മനുഷ്യൻ മരിച്ചാൽ അവൻ്റെ ആത്മാവ് എവിടെയൊക്കെ പോകും, ആത്മാവിൻ്റെ അവസ്ഥ എന്താണ് എന്നിവിടെ വ്യക്തമാക്കിയിരിക്കുകയാണ്. ലാസർ മരിച്ചു, അബ്രഹാമിൻ്റെ മടിയിൽ പോയി. അവിടെ തീയില്ല, അവിടെ ലാസറിന് വിശപ്പില്ല, ദാഹമില്ല. എന്നാൽ ധനവാൻ പോയത് യാതന സ്ഥലത്താണ്. അവിടെ തനിക്ക് കാണാൻ കഴിയുന്നുണ്ട്, കേൾക്കാൻ കഴിയുന്നുണ്ട്, സംസാരിക്കാൻ കഴിയുന്നുണ്ട്, വേദനയുണ്ട്, ദാഹമുണ്ട്. അവിടെ തർക്കിക്കാൻ തനിക്കറിയാം, അബ്രഹാമിനോട് പറയുന്നുണ്ട്. വീട്ടിലുള്ള ആൾക്കാരെക്കുറിച്ചുള്ള ഓർമ്മയുണ്ട്. അവരിവിടെ വരരുതെന്ന് അദ്ദേഹം ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ അതുകൊണ്ട് എന്തു പ്രയോജനം? അബ്രഹാം പറയുകയാണ്, മക്കളെ, ഞങ്ങൾക്ക് അങ്ങോട്ട് വരാനൊക്കെയില്ല, നിങ്ങൾക്കിങ്ങോട്ട് വരുവാനും കഴിയുകയില്ല. അബ്രഹാം നമുക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ പറഞ്ഞാൽ, ഞാൻ ദൈവത്തിൻ്റെ സ്നേഹിതനാണെന്നാണ് ദൈവം പറയുന്നത്. പക്ഷേ നീ എന്നെ മധ്യസ്ഥനാക്കിക്കൊണ്ട് പ്രാർത്ഥിച്ചാലും നിന്നെ സഹായിക്കാൻ എനിക്ക് കഴിയില്ല, ആർക്കും കഴിയുകയില്ല. ഞങ്ങൾക്ക് അങ്ങോട്ടും വരുവാൻ കഴിയുകയില്ല, നിങ്ങൾക്ക് ഇങ്ങോട്ട് വരുവാനും കഴിയുകയില്ല. പ്രിയപ്പെട്ടവരെ, നമുക്കൊരു ശരീരമുണ്ട്, നമുക്കൊരു ജീവനുണ്ട്, നമുക്കൊരു ആത്മാവുണ്ട്. ആത്മാവിന് നമ്മുടെ ശരീരം കൂടാതെ, നമ്മുടെ ജീവൻ കൂടാതെ ജീവിക്കാൻ കഴിയും. അതിന് ശരീരം വിട്ട് കഴിയുമ്പോഴും കാണാൻ കഴിയും, കേൾക്കാൻ കഴിയും, സംസാരിക്കാൻ കഴിയും, സുഖദുഃഖങ്ങൾ അനുഭവിക്കാൻ കഴിയും. അതിന് മരിക്കുവാൻ കഴിയുകയില്ല. അത് ശരീരത്തേക്കാൾ വലുതാണ്, അത് ജീവനേക്കാൾ വലുതാണ്. ഗോൽഗോത്ത മലയിലേക്ക് നിങ്ങളൊന്ന് നോക്കൂ. അവിടെ മാനവലോകത്തിൻ്റെ ആത്മരക്ഷയ്ക്ക് വേണ്ടി ദൈവകുമാരൻ യാഗമാകുകയാണ്. തലയിൽ മുൾമുടിയുണ്ട്, കാൽക്കരങ്ങൾ ആണികളാൽ അടിക്കപ്പെട്ടിട്ടുണ്ട്, രക്തം വാർന്നൊഴുകുന്നുണ്ട്. 2 കള്ളന്മാർ ഇരുവശവും കിടക്കുന്നുണ്ട്. അതിലൊരു കള്ളൻ യേശുവിൻ്റെ മുഖത്തേക്ക് നോക്കിയിട്ട് ഇങ്ങനെ പറഞ്ഞു, യേശുവേ, രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെ കൂടെ ഒന്ന് ഓർക്കണമേ. യേശു അവനോട് പറഞ്ഞു, ഇന്ന് നീ എന്നോടുകൂടി പർദീസയിലിരിക്കും. അവൻ ആ ക്രൂശിൽ കിടന്നുകൊണ്ട് അവൻ്റെ ആത്മാവിൻ്റെ രക്ഷ എത്ര വ്യക്തമായി കൃത്യമായി പ്രാപിച്ചിട്ടാണ് അവൻ മരിച്ചത്. വാത്സല്യ സഹോദര, വാത്സല്യ സഹോദരി, ഇന്ന് നീ മരിച്ചാൽ എവിടെയായിരിക്കും പോകുന്നത്? ആ ധനവാൻ കിടക്കുന്ന യാതന സ്ഥലത്തേക്കാണോ? തീയുള്ള സ്ഥലത്ത്, ദാഹമുണ്ടെങ്കിലും വെള്ളമില്ലാത്ത സ്ഥലത്ത്, വിശപ്പുണ്ടെങ്കിലും ആഹാരമില്ലാത്ത സ്ഥലത്ത്, തീയുണ്ടെങ്കിലും മരണമില്ലാത്ത ആ സ്ഥലത്ത്, അവിടേക്കായിരിക്കുമോ? അതോ സ്വർഗീയ പർദീസയിലേക്കായിരിക്കുമോ? വരൂ, യേശു കർത്താവിൻ്റെ അടുക്കിലേക്ക് വന്ന് നിങ്ങളുടെ രക്ഷ, ആത്മരക്ഷ ഇപ്പോൾ തന്നെ കരസ്ഥമാക്കുക. നാളെ ആക്കരുത്. മരണത്തിൻ്റെ മണിനാദം എപ്പോൾ മുഴങ്ങുമെന്നും അതിന് തണുത്ത കരം നമ്മെ എപ്പോൾ പിടിക്കുമെന്നും നമുക്കറിഞ്ഞുകൂടല്ലോ. ഇന്ന് നീ മരിച്ചാൽ നിൻ്റെ നിത്യത എവിടെ? നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ ദൈവമേ, ആത്മാവ് ശരീരം വിട്ടു പോകുമ്പോൾ എവിടെ പോകും എന്ന് ചിന്തിക്കുവാനും, എവിടെ പോകരുത്, എവിടെ പോകണം, ദൈവസന്നിധിയിൽ ചെല്ലുവാൻ എന്തു ചെയ്യണം എന്നതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കുവാനും പഠിക്കുവാനും എൻ്റെ ഈ പ്രേക്ഷകന് ഇടയാക്കണമേ. യേശു കർത്താവിൻ്റെ പരിശുദ്ധമുള്ള നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപ തോന്നി കേൾക്കുമാറാകണമേ. ആമേൻ. ദൈവം ഈ വചനങ്ങളാൽ നിങ്ങളേവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.